ഹണി റോസ് വിവാദം ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. ഇപ്പോഴിതാ കേരളത്തിൽ പുരുഷ കമ്മീഷൻ സ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾ ശക്തമാക്കിയതായി രാഹുൽ ഈശ്വർ പറയുന്നു. കോടതിയിൽ നിന്ന് അനുകൂലമായ സമീപനമുണ്ടായാൽ പോലും കാര്യമായി ഒന്നും പറയാനാകാത്ത സ്ഥിതിയാണ് സിനിമാ താരങ്ങൾക്കുൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ പേടിച്ച് ജീവിക്കേണ്ടവരാണോ ഇവിടുത്തെ ആണുങ്ങൾ? എല്ലാത്തിനും ഒരു സന്തുലിതാവസ്ഥ വേണം. പറ്റുമെങ്കിൽ കോടതി കുറ്റക്കാരാണെന്ന് പറയുന്നത് വരെ ആണുങ്ങളുടെ പേരും മുഖവും ഒന്നും കൊടുക്കാതിരിക്കാൻ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. ഏതെങ്കിലും ഒരു വ്യക്തി തെറ്റുകാരനാണെന്ന് കോടതി പറഞ്ഞാൽ തീർച്ചയായും നമുക്ക് ആക്രമിക്കാം. സിനിമാ താരം നിവിൻ പോളിയുടെ കേസെടുത്താൽ ഇപ്പോൾ പോലും ആരാണ് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തതെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല. എൽദോസ് കുന്നപ്പള്ളി MLA-ക്കെതിരെ പരാതി കൊടുത്തതും ആരാണെന്നറിയില്ല. പക്ഷേ എൽദോസ് മോശക്കാരനായി, കേസ് നേരിട്ടു, മാറി. എന്താണ് കാരണം? നമ്മളെല്ലാം സ്ത്രീപക്ഷമാണ്. സ്ത്രീപക്ഷമായിക്കോളും, പക്ഷേ പുരുഷ വിരോധമാകരുത് സ്ത്രീപക്ഷം. അതുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്നത്. പുരുഷ കമ്മീഷൻ വരികയാണെങ്കിൽ അത് ഒരു നിയമപരമായ ബോഡി ആയിരിക്കും. എന്റെ മകന്റെ പിറന്നാൾ ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. അന്ന് അറസ്റ്റ് ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ കോടതി വഴി നീങ്ങിയത്. എന്നെ എങ്ങാനും അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ TV-യിൽ കാണിക്കുക ഹണി റോസിനെ അധിക്ഷേപിച്ച രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തു എന്നതായിരിക്കും. ഹണി റോസിനെ എവിടെയാണ് ഞാൻ അധിക്ഷേപിച്ചത്? ഹണി റോസ് വിമർശനങ്ങൾക്ക് അതീതയാണോ? ഹണി റോസ് മദർ തെരേസയാണോ? അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയാണോ? ഈ നാട്ടിൽ ആരെയും പോസിറ്റീവായും വിമർശിക്കാൻ പാടില്ലേ? ഹണി റോസിനെ മാത്രം വിമർശിക്കരുത് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ചില മീഡിയക്കാരൊക്കെ ഹണി റോസിനെ സംരക്ഷിച്ച് സേഫായി നിർത്തും. ഹണി റോസിനെ പറഞ്ഞാൽ പിടിച്ചകത്തിടുമെന്ന് പറയും. അങ്ങനെയല്ലേ യുവജന കമ്മീഷനും വനിതാ കമ്മീഷനും സമീപിക്കുന്നത്? എല്ലാവരും ഈ മെൻസ് കമ്മീഷൻ എന്ന ആശയം കൂടി ശ്രദ്ധിക്കണമെന്ന അപേക്ഷയുണ്ടെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. മെൻസ് കമ്മീഷൻ എന്ന ആശയവുമായി സുപ്രീം കോടതിയിലേക്ക് പോയെങ്കിലും വിജയം നേടാൻ സാധിച്ചില്ല. നയപരമായ കാര്യമാണെന്നാണ് കോടതി എടുക്കുന്ന സമീപനം. ലോക്സഭയിൽ ഒരു MP ഈ വിഷയം ഉന്നയിച്ചു. അപ്പോൾ പൊതുവായുള്ള സമീപനം പുച്ഛമായിരുന്നു. ആദ്യം അവർ നിങ്ങളെ അവഗണിക്കും, പിന്നീട് അവർ നിങ്ങളെ പരിഹസിക്കും, പിന്നീട് നിങ്ങളോട് അവർ യുദ്ധം ചെയ്യും. ആ യുദ്ധം നമ്മൾ ജയിക്കും എന്ന മഹാത്മാഗാന്ധിയുടെ ആശയമാണ് ഞങ്ങൾ അന്ന് അവരോട് പറഞ്ഞത്. ഇപ്പോൾ കുറെ അവഗണനയും കളിയാക്കലും ഒക്കെ നേരിടേണ്ടി വരുമെങ്കിലും നാളെ അങ്ങനെയൊരു കമ്മീഷൻ വരുന്നതിന് വേണ്ടിയാണ് ഈ പരിശ്രമങ്ങളെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. അതേസമയം ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ നടി ഹണി റോസിനെ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തി എന്ന പരാതിയിൽ ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വറിന് ആശ്വാസമായ വിധി വന്നിരുന്നു. രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് നൽകിയ പരാതിയിൽ കേസെടുക്കാനാകില്ല എന്നാണ് പോലീസ് അറിയിച്ചത്. നിലവിലെ പരാതിയിൽ പോലീസിന് കേസെടുക്കാൻ വകുപ്പുകളില്ലെന്ന് പോലീസ് വ്യക്തമാക്കുകയായിരുന്നു. ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തതിനു പിന്നാലെയാണ് രാഹുൽ ഈശ്വർ ഹണി റോസിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയത്. ഇതോടെയാണ് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ നിയമ നടപടികളിലേക്ക് കടന്നത്. എറണാകുളം സെൻട്രൽ പോലീസിലാണ് ഹണി റോസ് പരാതി നൽകിയത്. സോഷ്യൽ മീഡിയയിലൂടെ രാഹുൽ ഈശ്വർ തനിക്കെതിരെ സംഘടിത ആക്രമണം നടത്തുന്നു എന്നാണ് ഹണി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഈശ്വർ നടിയുടെ വസ്ത്രധാരണത്തെയും വിമർശിച്ചിരുന്നു. ഇതോടെ ഹണി റോസിനെതിരെ സൈബർ ആക്രമണം രൂക്ഷമായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഹണി റോസ് പോലീസിൽ പരാതി നൽകിയത്. പൊതുബോധം തനിക്കെതിരാക്കാനാണ് രാഹുലിന്റെ ശ്രമമെന്നും ഇതിനു പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും ഹണി ആരോപിച്ചിരുന്നു. രാഹുൽ ഈശ്വറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അടക്കമായിരുന്നു ഹണി റോസ് പരാതി നൽകിയത്. അതേസമയം ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ബോബിക്ക് ജാമ്യം അനുവദിച്ചത്.